സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഗവർണറുടെ ചായ സൽക്കാരത്തിൽ പങ്കെടുത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഘടകകക്ഷി നേതാക്കളും. മുഖ്യമന്ത്രിക്കും മന്ത്രിമാരോടും ഒപ്പം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ളവരാണ് ലോക് ഭവനിൽ എത്തിയത്. ആരംഭത്തിൽ സർക്കാരും ഗവർണറും രമ്യതയിലാണ്. പക്ഷേ വരും കാലത്ത് എന്തായിരിക്കും, അതാണ് ആകാംക്ഷയുടെ എല്ലാവരും ഉറ്റുനോക്കുന്നത്. സ്റ്റേഡിയത്തിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിനു ശേഷം ഔദ്യോഗിക വാഹനങ്ങളിലാണ് മന്ത്രിമാർ ലോക് ഭവനിലെത്തിയത്. 1-ാം നമ്പർ കാറിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും 2-ാം നമ്പർ കാറിൽ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് ശിഹാബ് അലി തങ്ങളും, പിന്നാലെ മറ്റു മന്ത്രിമാരും. ലോക് ഭവനിലെത്തിയ മന്ത്രിമാർക്ക് ഗവർണർ ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർക്കൊപ്പം ചായ സൽക്കാരം. അരമണിക്കൂർ സമയം മന്ത്രിമാർ ലോക് ഭവനിൽ ചെലവഴിച്ചു. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറും മറ്റു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഗവർണറുടെ ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു. മുൻ സർക്കാരും ഗവർണറുമായി അത്ര ഊഷ്മളമായ ബന്ധമല്ലായിരുന്നു. ചരിത്രത്തിലില്ലാത്തതുപോലെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരിനെതിരെ പൊതുനിരത്തിൽ പ്രതിഷേധിക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായിരുന്നു. തുടർച്ചയായി ഗവർണർ വിളിക്കുന്ന വിരുന്നും സർക്കാർ നിരസിച്ചിരുന്നു. എന്നാൽ 10 വർഷങ്ങൾക്ക് ശേഷം അധികാരത്തിലെത്തുന്ന വി ഡി സതീശൻ സർക്കാർ ആദ്യം തന്നെ സർക്കാരുമായി സൗഹൃദത്തിലാണ്. വരും ദിവസങ്ങളിൽ ഗവർണർ സ്വീകരിക്കുന്ന നിലപാടുകളാകും സർക്കാരുമായുള്ള സൗഹൃദത്തിന്റെ ആഴം നിശ്ചയിക്കുക. ബിഗ് TV, തിരുവനന്തപുരം.